അപ്പോൾ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആക്സസറീസ് ഒന്നും ആ വണ്ടിയിൽ വെച്ചിട്ട് ട്രെയിനിങ് കയറ്റി വിടാൻ പറ്റത്തില്ല. ഒറിജിനൽ സബ്മിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾ അവയർനെസ് എടുത്തത് ഇതിൻ്റെ ടയേഴ്സ് ആയിരുന്നു. പിന്നെ സിറ്റിയിൽ ഇതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേണിങ് റേഡിയസ് നല്ല കഷ്ടപ്പാടാണ്. വാട്ട്സ്ആപ്പ് ഗൈസ്, ഐ ആം മിസ്റ്റർ എക്സ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അവഞ്ചർ 220 ക്രൂയിസ് ആണ്. ഈ ബൈക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഇതെൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണ്. സാധാരണക്കാരുടെ ഹാർലി എന്നാണ് ചേട്ടൻ ഇതിനെ വിളിക്കുന്നത്. ശരിക്കും അത് സത്യമാണെന്ന് എനിക്കും തോന്നാറുണ്ട്, കാരണം ആ റെട്രോ ടച്ച് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലേ ലഡാക്ക് അഥവാ കൈലാസം കാണാൻ പോകാൻ വേണ്ടി മാത്രം എടുത്ത വണ്ടിയാണ്. ഈ വീഡിയോയിൽ ഞാൻ ലേ ലഡാക്ക് പോയതിൻ്റെ കുറച്ച് വീഡിയോസ്, ക്ലിപ്സ്, ഫോട്ടോസും ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, കാണാൻ മറക്കരുത്. പിന്നെ വേറൊരു ലക്കി പാർട്ടെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ സെക്കൻഡ്സ് എടുത്ത വണ്ടിയാണ്. പക്ഷേ ഇത് വെറും 700 കിലോമീറ്റേഴ്സ് മാത്രമായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓണർ ഓടിച്ചിരുന്നത്. കാരണം ഈ വണ്ടി 2020 മോഡലാണ്. അപ്പോൾ ഇതെടുത്ത സമയത്താണ് കോവിഡ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓണർ ഏകദേശം ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതോടുകൂടി കോവിഡ് വന്നു. അങ്ങനെ വണ്ടി ഷെഡിൽ കയറ്റി. അത് കഴിഞ്ഞ് 2021 ഞങ്ങൾ OLX വഴിയാണ് തപ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ മണാലി പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ ഞങ്ങൾക്കൊരു ക്രൂയിസർ തന്നെയാണ് താല്പര്യം. അപ്പം ഞങ്ങൾ ആ വണ്ടി തപ്പിക്കൊണ്ടിരുന്ന സമയത്താണ് OLXൽ ഇങ്ങനത്തെ ഒരു ആഡ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ആ വണ്ടി പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു ഗോപാലൻ. അതേപോലെ അടുത്ത ദിവസം ഞങ്ങൾ വണ്ടി എടുത്തു. അപ്പോൾ വണ്ടി എടുത്ത സമയത്ത് ഞങ്ങൾക്ക് മേജറായിട്ട് ഫീൽ ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടാപ്പ് ആൻഡ് നോയ്സ് ആയിരുന്നു. അത് ശരിക്കും ഒരു പ്രശ്നമല്ല, ബജാജിൻ്റെ ഒരു കൂടപ്പറപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ വണ്ടിയിലും ഉണ്ട് ബജാജിൻ്റെ. അന്ന് ഞങ്ങൾക്ക് ഈ വണ്ടി 1.2 lakhs കിട്ടിയത്. അത് ഫുൾ ആക്സസറീസോടെ, സൈഡ് ബോക്സ്, ഹെൽമെറ്റ് ബോക്സ്, പിന്നെ ഹാൻഡ് ഗാർഡ്, അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു ഹെൽമെറ്റും തന്നു. പാവം അയാളത് ഫസ്റ്റ് ഓണർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആക്സസറീസും വെച്ച് അയാളുടെ ഒരു പാഷൻ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചൊരു വണ്ടിയാണ്. പക്ഷേ അത് ശരിക്കും ഉപയോഗപ്പെട്ടത് ഞങ്ങൾക്കാണ് കേട്ടോ. കയ്യിൽ നിന്നൊരു പൈസ ഞങ്ങൾക്ക് ആക്സസറീസിനായിട്ട് പോയില്ല. ആകെപ്പാടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വന്നത്, എക്സ്പെൻസ് ആയിട്ട് വന്നത് നമ്മൾ PPF ചെയ്തായിരുന്നു. കാരണം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കുള്ള മണ്ണും പൊടിയൊക്കെയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങൾ ടാങ്കിൽ ബാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്ക്രാച്ച് ആവാതിരിക്കാൻ PPF ചെയ്തു. പിന്നെ ചെയ്തെങ്കിൽ ജെൽ സീറ്റ് ഞങ്ങൾ എക്സ്ട്രാ ചെയ്തായിരുന്നു. അത് ഒരു 1000 അങ്ങനെ എന്തോ ആയി. അത് മാത്രമേ എക്സ്പെൻസ് ആയിട്ട് വന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ലേ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഛത്തീസ്ഗർ കയറ്റി വിടാം എന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ കാരണം ചേട്ടന് 10 days ലീവ് ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്ലാൻ വർക്കൗട്ട് ആകുമെന്ന് വിചാരിച്ച് ആദ്യം വണ്ടി ട്രെയിനിൽ കയറ്റി ഛത്തീസ്ഗറിൽ വിട്ടു. അപ്പോൾ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആക്സസറീസ് ഒന്നും ആ വണ്ടിയിൽ വെച്ചിട്ട് ട്രെയിനിൽ കയറ്റി വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആൾക്കാരിങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അറിയത്തില്ലെങ്കിൽ ഇതൊരു നല്ലതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കയറ്റി വിടത്തില്ല. അപ്പോൾ പിന്നെ ആക്സസറീസ് എല്ലാം വേറൊരു ബാഗിനകത്ത് നമുക്ക് സെപ്പറേറ്റ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വണ്ടി ഇറക്കി പിന്നെ സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അതുപോലെ വണ്ടി കയറ്റി വിടാൻ എത്ര രൂപയായെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ലൈക്ക് 2000 അങ്ങനെ എന്തോ ആണ്. പിന്നെ പേപ്പേഴ്സ് എല്ലാം ഒറിജിനൽ ഒറിജിനൽ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവരെൻ്റെ കോപ്പി എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയാണോ അതിൻ്റെ പ്രൊസീജിയർ അത് ചേട്ടനെ അറിയത്തുള്ളൂ കറക്റ്റായിട്ട്. അതുപോലെ ഞങ്ങളുടെ റൂട്ട് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ചണ്ഡീഗഡ്, അതിന് പത്തൻകോട്ട്, അത് കഴിഞ്ഞ് ഉധംപൂർ, ശ്രീനഗർ, സോൻമാർഗ്, കാർഗിൽ, ലേ, ടൂർക്കൂർ. അത് ലേയിലാകത്തുള്ളൊരു വില്ലേജാണ്. അതാണ് ഏറ്റവും ലാസ്റ്റ്
എന്താ പറയുക, ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അത് കഴിഞ്ഞ് തിരിച്ച് ബാങ്കോക്ക് ലേക്ക് വഴി മണാലി വഴി ഛത്തീസ്ഗഡ്. ഇതായിരുന്നു റൂട്ട്. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പോയതിൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ, ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് അല്ല. വണ്ടിയായിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വണ്ടി നമ്മൾ പോകുന്ന വഴിയൊന്നും ഒരു പ്രശ്നവും അങ്ങനെ വന്നില്ല എന്നല്ല. അപ്പോൾ ഇവിടെ കൂടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു 80 kmph ആണ് എൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ക്രൂയിസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ക്രൂയിസർ വണ്ടി എനിക്ക് തോന്നുന്നു അവഞ്ചർ തന്നെ ആയിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. കാരണം ഒരു വൈബ്രേഷൻസോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത്ര ക്രൂയിസർ എന്ന് പറഞ്ഞാലും നമ്മളെ നടു പിടിക്കും. ബാക്കും അത്യാവശ്യം നമുക്ക് പെയിൻഫുള്ളായിട്ട് തോന്നും. അപ്പം അതുകൊണ്ട് അത് റെക്ടിഫൈ ചെയ്യാനാണ് ഞങ്ങളൊരു ജെൽ സീറ്റ് കൊണ്ടുപോയത്. എങ്കിലും കുറേയൊക്കെ നമ്മൾക്ക് ഓക്കെ ആയിരുന്നു ട്രാവലിംഗ്. ഒരു ദിവസം അറൗണ്ട് 700 kilometers 650 kilometers ഒക്കെ നമ്മൾ കവർ ചെയ്യുമായിരുന്നു. അതെ, ഒരു 120 ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വണ്ടി പറ്റത്തില്ല. നിങ്ങൾക്ക് വൈബ്രേഷനൊക്കെ അടിച്ച് കൈയൊക്കെ നല്ലൊരു പരുവാവും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത്രയും കിലോമീറ്റർ ഞങ്ങൾ ഓടിച്ച് പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജമ്മു കയറുന്ന സമയത്ത് ഉധംപൂർ എന്ന് പറയും, ആ ഒരു സ്ഥലം എത്തിയ അന്ന് രാവിലെ അവിടെ സ്റ്റേ ചെയ്തു. അന്ന് രാവിലെ ഞങ്ങൾ എടുത്തുന്നത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഹയർ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴത്തേക്ക് വണ്ടിക്ക് ബേൺ ചെയ്യാൻ, അകത്ത് വാൽവ് ടാപ്പിൽ ടൈറ്റ് ആയതുകൊണ്ട് വണ്ടിക്ക് ബേൺ ചെയ്യാനുള്ളൊരു ഫ്യൂവൽ ബേൺ ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഇല്ലായിരുന്നു. പിന്നെ അവിടുത്തെ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ പോയി, അങ്ങനെ ആൾ വന്നു. അങ്ങനെയാണ് വണ്ടി പിന്നെ ടാപ്പറ്റ് ലൂസ് ചെയ്യിപ്പിച്ചായിരുന്നു. വന്നില്ല, ടയേഴ്സിനൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അതുപോലെ കൺസേൺ ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ മൈലേജ് ആയിരുന്നു. നമ്മൾ ആദ്യം വണ്ടി ഛത്തീസ്ഗഡിൽ ഇറക്കി നമ്മൾ ട്രിപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം 40 അടുപ്പിച്ച് ലിറ്ററിന് കിട്ടുമായിരുന്നു. പിന്നെ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ കയറുന്ന സമയത്താണ് ഇതിനൊരു 28-30 ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പാനിക്കായെങ്കിലും ഞങ്ങൾ ട്രിപ്പ് തുടങ്ങിയപ്പോഴേ എല്ലാം പ്ലാൻഡ് ആയിരുന്നു. സോ ഞങ്ങൾ പെട്രോൾ ക്യാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം വന്നില്ലായിരുന്നു. മൊത്തം ഞങ്ങൾക്ക് ആ ഒരു പെട്രോൾ തീരുമ്പോൾ പെട്രോൾ ഫില്ല് ചെയ്താലുള്ള അവസ്ഥ മാത്രമേ വന്നിട്ടുള്ളൂ. വഴിയിൽ നിന്നിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. അതുപോലെ ഇതിൻ്റെ ഓഫ് റോഡിങ് ഭയങ്കര ശോകമാണ്. പക്ഷേ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി വണ്ടികളെ സംബന്ധിച്ച് ഈ വണ്ടിക്ക് വെയിറ്റ് കുറവും പ്ലാൻ ഫൂട്ടഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഓഫ് റോഡ് നമുക്ക് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ബാക്കി വണ്ടികൾ നമ്മൾ ഇങ്ങനെ പോയ സമയത്ത് ഈ ബുള്ളറ്റ് ആയാലും എല്ലാ വണ്ടികളും കുറച്ച് നല്ല ടാസ്ക് ആയിരുന്നു. ഈ വണ്ടിക്ക് അത്രയും പ്രശ്നം വന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഇതിൻ്റെ ഹൈറ്റ് തന്നെയാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. കാരണം നമുക്ക് 2 കാലും കുത്തി ആ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഓക്സിജൻ കുറവായിരിക്കും. എന്നിട്ടും നമുക്ക് അത് പിടിച്ചു നിർത്താൻ പറ്റി എന്ന് വേണം പറയാൻ ശരിക്കും. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയെ പറ്റി സംസാരിക്കാം. ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ 220cc DTSI സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് ആണ്. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ പൾസറിലിരിക്കുന്ന സെയിം എൻജിനാണ്. അതിനെ ക്രൂയിസറിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനൊന്ന് ട്യൂൺ ചെയ്തെന്ന് മാത്രം വെച്ചേക്കുവാണ് ശരിക്കും പറഞ്ഞാൽ. 19 bhp at 8500 rpm and 17.5 Nm torque at 7500 rpm പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനിഷ്യൽ ഹെവി പവറൊന്നും നിങ്ങൾ ഫീൽ ചെയ്യില്ല, കാമായിട്ടുള്ളൊരു എഞ്ചിനാണ്. പിന്നെ വണ്ടിയുടെ പവർ കിട്ടണമെങ്കിൽ ഒരു 4500-5000 rpm ഒക്കെ ആയിരിക്കും ഇതിൻ്റെ പവർ ഫീൽ ചെയ്യുക.
ഹൈവേയിൽ ഒരു 4500 5000 RPM ഒരു 80 ഒക്കെ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് അധികം കിട്ടും. അധികം വൈബ്രേഷൻസ് ഇല്ല, എൻജിൻ സ്ട്രെസ് ഇല്ല, നമുക്ക് അത്യാവശ്യം നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടും. എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻസ് ഇല്ല എന്നല്ല, ഒരു 100+ ഒക്കെ കയറുമ്പോഴത്തേക്ക് ഹാൻഡിൽ, ഫുഡ് പെഗ്, സൈഡ് കവേഴ്സിൻ്റെ ഒക്കെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ലോങ് വൈസറിനെ പറ്റി തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു റൈഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. കാരണം എൻ്റെ ഹൈറ്റ് അറൗണ്ട് 5 feet 6 inches. എനിക്ക് വിൻഡ് കാരണം ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ ഒരു 6 feet ഒക്കെ ഉള്ള ആൾക്ക് ചിലപ്പോൾ ഫേസൊക്കെ ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട് വിൻഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ഇതിന് നല്ലൊരു എക്സോസ്റ്റ് ഉണ്ട്, നല്ലൊരു തമ്പിങ് സൗണ്ട് നമുക്ക് ഹെൽമെറ്റിനകത്തിരുന്ന് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത് ഷോർട്ട് എക്സോസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു റെട്രോ സ്റ്റൈൽ ലുക്കിലൊരു ഷോർട്ട് എക്സോസ്റ്റ് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എർഗണോമിക്സ് ശരിക്കും നല്ല കംഫർട്ടാണ് ഇതിൻ്റെ കാര്യത്തിൽ. നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഹാൻഡിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വണ്ടിയെ കെട്ടിപ്പിടിച്ചിരുന്ന ഒരു ഫീൽ തന്നെയാണ്. പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൾസർ ഓടിക്കുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിലും കിട്ടുന്നത്. ചെറിയൊരു പവർ ഡ്രോപ്പ് മാത്രമേ ഉള്ളൂ. പൾസറിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇതിലും എനിക്ക് പറയാനുള്ളത്. പൾസറിൽ 5th ഗിയറിൽ എഞ്ചിൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആവും. കാരണം അതിൽ പവർ ഒരു ഗിയർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി ഒരു കാമായിട്ട് ഓടിക്കാൻ പറ്റും. ലൈക്ക് ആ വൈബ്രേഷൻസ് ഒക്കെ കുറഞ്ഞ് അതേ ഫീൽ തന്നെയാണ് ഈ അവഞ്ചർ ഓടിക്കും. പിന്നെ സിറ്റിയിൽ ഇതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേണിങ് റേഡിയസ് നല്ല കഷ്ടപ്പാടാണ്. സിറ്റിയിൽ ഓടിക്കാൻ അത്യാവശ്യം ഒരു ബൾക്കി ഫീലാണ്. സോ നല്ല റേഡിയസ് എടുത്താണ് വണ്ടി ടേൺ ആവുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ലേശം ഹാർഡാണ് സിറ്റിയിൽ. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. സോ ബാംഗ്ലൂർ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ കൈ നല്ല പെയിൻഫുള്ളായിരിക്കും. പക്ഷെ ഗിയറൊക്കെ നല്ല ബട്ടർ സ്മൂത്താണ്. ഫോൾസ് ന്യൂട്രലൊന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ബ്രേക്കിംഗ് ആയാലും ഈ വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഫ്രണ്ട് ABS സിംഗിൾ ചാനൽ റിയർ ഡ്രം ആണ്. റിയർ ബ്രേക്ക് അത്യാവശ്യം ഈ സെഗ്മെന്റിൽ നല്ലൊരു ബൈറ്റിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഞങ്ങളെടുത്ത സമയത്ത് ഈ വണ്ടി അഫോർഡബിൾ ആയിരുന്നു. ഇപ്പം നമ്മുടെ 2024 ആവശ്യം പോലെ ക്രൂയിസർ ബൈക്സ് ഉണ്ട്. ഇങ്ങനെ ട്രാവലിംഗ് പോകാൻ ഇഷ്ടപ്പെടുന്നവരും ഇങ്ങനെ റൈഡിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ക്രൂയിസർ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ വണ്ടിയും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഞാൻ എൻ്റെ വണ്ടിയുടെ റിവ്യൂ, ഈ ഒരു അവഞ്ചറിൻ്റെ റിവ്യൂ പറയാൻ വന്നതാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ തീരുമാനിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഗേൾസ് ഒരുപാട് പേര് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് ഏത് വണ്ടി തുടങ്ങണം, ഏത് വണ്ടിയായിരിക്കും ബെറ്റർ എന്ന് അറിയാനുള്ള എനിക്കൊരു സജഷൻ ഉള്ളത് അവഞ്ചർ തന്നെയാണ്. കാരണം ഒരു ബിഗിനർ ചോയ്സ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. കാരണം സീറ്റ് ഹൈറ്റ് എന്നുള്ള പേടി വേണ്ട, പ്ലാന്റഡ് ഫുട്ട് ചെയ്യാൻ പറ്റും. ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിലും നല്ലൊരു കോൺഫിഡൻസ് റൈഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ വണ്ടി ട്രാവൽ ചെയ്യുന്നവർ കാണും, ട്രിപ്പ് അടിക്കുന്നവർ കാണും ഫ്രണ്ട്സായിട്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടി, നിങ്ങൾ ആദ്യം ഏത് വണ്ടിയിലാണ് ട്രിപ്പ് പോയത്, ഏത് സ്ഥലമാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.